ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയിൽ വരുന്ന CPM പ്രതിനിധികൾ സംസാരിക്കുന്ന ശൈലി നിങ്ങൾ നോക്കൂ. അവർ ഭരണപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ടല്ല, അവർ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ട് രാജ്യത്തുള്ള സകലമാന വ്യവസ്ഥകളെയും ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ എതിർക്കുന്ന, ഇതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം ചെയ്തത് ഞങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത് നിങ്ങളാണെന്ന ബോധം പാടെ മറന്നതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സെൽഫ് ഫങ്ഷനിങ് സിസ്റ്റം അല്ല നമ്മുടെ ജനാധിപത്യത്തിലുള്ളത്. ഉദ്യോഗസ്ഥ വൃന്ദമായിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്ററി ആയിക്കോട്ടെ, സ്വന്തം രീതിയിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം വേണ്ടല്ലോ, ഇവിടെ ഒരു സർക്കാർ വേണ്ടല്ലോ. സർക്കാരിന്റെ പോളിസിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണവും അതിന് ആ രീതിയിൽ നയിക്കാനുള്ള കൃത്യമായിട്ടുള്ള മേൽനോട്ടവും ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മന്ത്രിമാരുള്ളത്. അല്ലെങ്കിൽ മന്ത്രിമാർ ആവശ്യമില്ല. എവിടെ പോണു? വെള്ളം കുടിക്കും. ഉദ്യോഗസ്ഥന്മാർ സ്വന്തം ഭരിച്ചാൽ മതി. അപ്പൊ 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് സിസ്റ്റത്തിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നത്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നിങ്ങളല്ലേ ഈ നാട്ടിലെ സിസ്റ്റം. നിങ്ങൾക്ക് ഈ നാട്ടിലെ സിസ്റ്റത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ലെങ്കിൽ, സിസ്റ്റത്തിന്റെ പിഴവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സാധാരണക്കാരെ പോലെ കയ്യും കെട്ടി നിസ്സഹായരായി നിൽക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത്? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നാളെ വീണ്ടും എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അപ്പോൾ സിസ്റ്റത്തിനെ പഴിചാരി രക്ഷപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു രക്ഷാമാർഗം മാത്രമാണ്. അതിൽ യാതൊരു തരിമ്പും ആത്മാർത്ഥതയില്ല. 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിന് ഇപ്പോഴും സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ പരാജയം സമ്മതിക്കുകയാണ് അവിടെ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം സിസ്റ്റത്തിൻ്റെതാണോ അതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നോക്കൂ, സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടി ക്ലാസ്സിൽ വെച്ച് പൊത്തിനുള്ളിലെ പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ടെങ്കിൽ, മീൻ പിടിക്കാൻ പോയിട്ടുള്ള കുട്ടി പന്നിക്കണിയിൽ വീണ് മരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോയിട്ടുള്ള ഒരു അമ്മ കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ ഒരു സിസ്റ്റമേ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് ഡിസോർഡർ ആണ്, ക്യാവോസ് ആണ്, അരാജകത്വമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് അത് കാണിക്കുന്നത്. അതല്ലാതെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില ന്യായങ്ങൾ പറയാം. അതൊന്നും എനിക്കറിയാൻ മേല. കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല, ചില കാര്യങ്ങൾ അൺഫോർസീൻ ആണ്, ചിലതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള അനാസ്ഥയുടെ ഉൽപ്പന്നങ്ങളാണ്. 100% ഞാൻ യോജിക്കുന്നു. ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്ന് പറയുന്ന അനാസ്ഥയാണ്. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 4.5 മീറ്റർ നീളത്തിൽ വൈദ്യുതി കമ്പി വലിക്കുന്നുണ്ട്. അവിടെ സ്കൂളിലെ ബൈക്ക് ഷെഡ്, ഇതൊരു നടക്ക് പോണ മാതിരില്ല, അല്ലെങ്കിൽ സൈക്കിൾ ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ള ആ തകര ഷീറ്റ് മേഞ്ഞിട്ടുള്ള കെട്ടിടത്തിന്റെ 88 സെന്റിമീറ്റർ ഉയരത്തിലൂടെയാണ് ആ ഇലക്ട്രിസിറ്റി ലൈൻ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ടുള്ള അനാസ്ഥയാണ്. പല രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനോട് വിരോധവും എല്ലാം വെച്ച് പുലർത്തുന്ന പലരും ഈ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അത് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെല്ലാം സ്വീകരിക്കുന്ന നിലപാട് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ അവർ ഈ സിസ്റ്റത്തിനൊപ്പമാണോ പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്നുള്ളതാണോ അവരുടെ നിലപാട്? അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളെ കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. പലരുമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇടപെടുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടാകാം. അതിനെയെല്ലാം പൊതുവായി നിയന്ത്രിച്ചുകൊണ്ട് ജനങ്ങൾ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അനുകൂലമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു എന്നത് തന്നെയാണ് ഈ സർക്കാരിന് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതിന്റെയും സാഹചര്യം അത് തന്നെയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ചർച്ചയ്ക്ക് ലക്ഷ്യമുണ്ടായേക്കാം. അതുകൊണ്ടാണല്ലോ UDFന്റെ രാജു പി നായർ തീരെ പ്രാപ്തിയില്ലാത്ത ആളായതുകൊണ്ടായിരിക്കും അപ്പുറത്ത് ഒരു UDFന്റെ 2 പ്രതിനിധിയെ വെച്ചുകൊണ്ട് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അതൊക്കെ നിങ്ങളുടെ താല്പര്യം ആയിക്കോട്ടെ. അവർക്കൊക്കെ വൈകാരികമായി ഒരാൾ അവതരിപ്പിക്കുന്നത് കുറഞ്ഞു പോയാൽ അല്പം കൂടി വൈകാരികമായി മറ്റൊരു UDFന്റെ പ്രതിനിധിക്ക് അവതരിപ്പിക്കാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നതിന്റെ രീതി, ആ രീതി നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ച ഒരു പാനലുണ്ട്. ഞാൻ പ്രകോപിതയാകാൻ തയ്യാറല്ല ശ്രീ സജീഷ്. ഞാൻ തുടർച്ചയായി അങ്ങയുടെ ഓരോ സെന്റൻസിലും ഇതുവരെ ഇടപെട്ടില്ല. എനിക്ക് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാധു സമയം തരുമെങ്കിൽ മാത്രം ഞാൻ ഇരിക്കും. ഇല്ലെങ്കിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ.
കുറെ സമയമായിട്ട് കളിയാക്കണ്. ഞാൻ മാധുവിനോട് ആദ്യമേ ഞാൻ അങ്ങേക്ക് സമയം തരും. അതിനൊന്നും ഒരു സംശയമില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങയോട് രണ്ട് ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി അങ്ങ് മറുപടി പറയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. മറ്റാർക്കും രണ്ടവസരം ഉണ്ടായിരുന്നില്ല. രണ്ടല്ല, മുഴുവൻ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. മാധു ആദ്യം ഇവിടെ ഇവർ നിരത്തി വെച്ച, താങ്കൾ സെറ്റ് ചെയ്തു വെച്ച ഈ പാനൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് അല്പവാചകത്തിലെങ്കിലും മറുപടി പറയാനുള്ള സാമാന്യമായ ഒരു നീതി ഈ ചർച്ചയിൽ ചർച്ചകളിൽ ശരിയാണ്. ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടൽ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ചർച്ച അങ്ങനെയല്ല. ഈ ചർച്ച അങ്ങനെയല്ല ഈ നിമിഷം വരെയും പോയിരിക്കുന്നത്. പറഞ്ഞിട്ടില്ല. ഏറ്റവും ശക്തിയുള്ള സർവീസ് സംഘടനകൾ തന്നെ LDF-ന്റേത് തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് പോകുന്നത് എന്ന് അങ്ങ് പറയുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ എന്ന് പറയുന്നിടത്താണ് 3ഓ 4ഓ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏകോപനമില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയും സിസ്റ്റം തകർച്ചയും ഈ മരണത്തിന് കാരണമായി എന്ന് വിമർശനം ഉണ്ടാകുന്നത്. ഇനി UDF പ്രതിനിധികളായ 2 പേരുണ്ടായി എന്ന് അങ്ങ് പറയുന്നു. ശരിയാണ്. ഉല്ലാസ് കോവൂരിനെ വിളിച്ചിരിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള നേതാവ് എന്ന നിലയ്ക്ക് കൂടിയുള്ളതാണ് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങ് പറയൂ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷെ എനിക്ക് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. താങ്കൾ ചോദിച്ച ചോദ്യം നമ്മൾ തമ്മിലുള്ള സംവാദമായി പോയിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം കേട്ടിട്ടില്ല. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? ശങ്കുട്ടി ദാസ് സംസാരിച്ച കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം, BJPയുടെ പ്രതിനിധിയുടെ സംസാരമെല്ലാം കേട്ടാൽ അദ്ദേഹം പറയുകയാണ് സിസ്റ്റം ഞങ്ങൾക്ക് അതീതമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സിസ്റ്റം രാജ്യത്ത് ഒരുപാടുണ്ടല്ലോ ശ്രീ ശങ്കുട്ടി ദാസ്. എന്തേ ഗുജറാത്തിലെ സിസ്റ്റം വർക്ക് ചെയ്യാത്ത സിസ്റ്റമാണോ? എത്രയോ കാലമായി ഒരു കലാപാനന്തരം തുടർച്ചയായി ഒരു വംശഹത്യക്ക് ശേഷം അവിടെ ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാലം നിന്ന നിപ്പിന് പൊളിഞ്ഞു വീഴുകയാണ്. പാലം പൊളിഞ്ഞു വീണിട്ട് 100ഓളം പാലം ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് 100 പാലങ്ങളോളം അടച്ചിട്ടിരിക്കുകയാണ്. സിസ്റ്റം ഇങ്ങനെ തൂർന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ല ഇവിടെ വന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിമാനാപകടം ഉണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും സ്വിച്ച് ഓഫായി പോയതാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സിസ്റ്റം നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് വെള്ളം കുടിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോയ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് കേട്ടോ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ അങ്ങ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഒന്നിനും പേരിലല്ല സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പറഞ്ഞു. ഞാൻ പറയാം. അതെ, ഒരു കാര്യം എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഈ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പ്രശ്നമുണ്ട്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഇതെല്ലാം ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.